A+2 സ്വാഗതം. വിവിധ ധനസഹായ പദ്ധതികളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ A+ട്യൂബ് ചാനൽ തുടർച്ചയായി പങ്കുവെക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള മറ്റൊരു പദ്ധതിയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇത് വയോജനങ്ങൾക്ക് ദന്തനിര മാറ്റിവെക്കുന്നതിന് നൽകുന്ന 10,000 രൂപയുടെ ധനസഹായത്തിനെ കുറിച്ചിട്ടുള്ള വിവരമാണ്. ഇത് BPL അതായത് ദരിദ്ര വിഭാഗത്തിന് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കുന്ന സൗജന്യ ദന്തനിര നൽകുന്ന പദ്ധതിയാണ്. മന്ദഹാസം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ നീതി വകുപ്പാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അവസാന തീയതി നവംബർ മാസം 30 വരെയാണ്. അതുകൊണ്ട് സമയമുണ്ട്. രേഖകളൊക്കെ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ മതിയായ സമയം ഉണ്ട് എന്നുള്ളതുകൊണ്ട് തീർച്ചയായും അർഹതയുള്ളവർ ഈ പദ്ധതിക്ക് വേണ്ടി അപേക്ഷ നൽകാൻ മറക്കാതിരിക്കുക. 60 വയസ്സ് പൂർത്തിയായ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ, അവർക്ക് പല്ലുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ഭാഗികമായി നഷ്ടപ്പെട്ട് അവശേഷിക്കുന്ന പല്ലുകൾ ഉപയോഗയോഗ്യമല്ലാത്ത നിലയിലുള്ളവരും അത് പറിച്ച് നീക്കേണ്ടവർ തന്നെയാണെന്ന് ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കൃത്രിമ പല്ലുകൾ വയ്ക്കുന്നതിന് അനുയോജ്യമെന്ന് യോഗ്യത നേടിയ ഒരു ദന്തിസ്റ്റ് നിലവിൽ നിശ്ചിത ഫോറത്തിൽ ഇത് സാക്ഷ്യപ്പെടുത്തി നൽകേണ്ടതുമുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാം, അല്ലെങ്കിൽ തീർച്ചയായും അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കുകയും ചെയ്യാം. sunidhi.sjd.kerala.gov.in എന്നാണ് വെബ്സൈറ്റിൻ്റെ പൂർണ്ണമായ വിലാസം. ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് നോക്കി ഇതിലേക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. പൂർണ്ണ ദന്ത സെറ്റാണ് നിങ്ങൾക്ക് നൽകുന്നത്. അത് ഡെഞ്ചർ എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. കൃത്രിമ ദന്തങ്ങളുടെ ഒരു പൂർണ്ണ സെറ്റാണ് സൗജന്യമായി വെച്ചു കൊടുക്കുന്നത്. 10,000 രൂപ വരെ ഇത് ലഭിക്കും എന്നുള്ളതും ഓർത്തിരിക്കുക. BPL സർട്ടിഫിക്കറ്റ് വേണം. അതായത് പിങ്ക്, മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ അവരുടെ പകർപ്പാണ് ഇതിന് സമർപ്പിക്കാനുള്ളത്. ഏജ് തെളിയിക്കുന്നതിനുള്ള രേഖയും വേണം. അഗതി മന്ദിരത്തിൽ താമസിക്കുന്നവർ സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രവും ഹാജരാക്കണം. ഇതിൽ അപേക്ഷിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ളവർക്കാണ് ആദ്യ പരിഗണന ഉണ്ടാവുക. 1,500ഓളം പേർക്ക് ഇത് ലഭിക്കും. ഓർക്കുക, ഈ അപേക്ഷിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയവരെ ആദ്യമായി പരിഗണിക്കും. തുടർന്ന് ഈ പ്രായം കുറഞ്ഞവരെ പിന്നീട് പരിഗണിക്കുകയും ചെയ്യും. കേരളത്തിൽ 55 ആശുപത്രികളിൽ ഈ ദന്തനിര വെക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 5, കൊല്ലത്ത് 3, പത്തനംതിട്ട 5, ആലപ്പുഴ 5, അതേപോലെ കോട്ടയം 4, ഇടുക്കി 4, എറണാകുളം 6, തൃശ്ശൂർ 4, പാലക്കാട്ട് 5, മലപ്പുറം 4, കോഴിക്കോട് 3, വയനാട് 2, കണ്ണൂർ 3, കാസർഗോഡ് 2 എന്നിങ്ങനെയുള്ള ആശുപത്രികളിൽ ആണ് ഈ സൗജന്യ ദന്തനിര വെച്ചു പിടിപ്പിക്കുന്നത്. തീർച്ചയായും അർഹതയുള്ളവർ ഇത് മാറ്റിവെക്കാൻ നിങ്ങൾ അപേക്ഷ നൽകണം. ഇത് ഒരു സൗജന്യ പദ്ധതി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അർഹരാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ഈ സൗജന്യമായി നമുക്ക് ധനസഹായം ലഭിക്കുന്ന മറ്റ് പദ്ധതികളെക്കുറിച്ച് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ വിവരിക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.